വിഷുവല്ല വരണ. വിഷുവിന് കാശ് കൊടുത്ത പെടക്കണ പടക്കം കിട്ടുന്ന സ്ഥലത്തേക്കാണ് പോണം. അതായത് നമ്മുടെ പടിഞ്ഞാറ് ഹോട്ടല്, തൃശ്ശൂർ പടിഞ്ഞാറ് ഹോട്ടല്, കാൽവരി റോഡിൽ സ്മാർട്ട് പടക്കട പടക്കടയിലേക്കാണ് പോകണം. തൃശ്ശൂരത്തിൻ്റെ കടയിൽ ഹോൾസെയിൽ റേറ്റിൽ പടക്കം കിട്ടും. ഇന്ന് ഞായറാഴ്ച തിരക്കുണ്ടാവില്ല. ഇന്നിപ്പോൾ ആൾക്കാരൊന്നും അധികം ഇല്ലാത്ത, ഇനിയിപ്പോൾ വിഷയമല്ല, 2 ദിവസം കഴിഞ്ഞാൽ തിരക്ക് കൂടും. അതിന് മുന്നേ ഒന്ന് മേടിച്ച് പോകാൻ വിചാരിച്ചു. അപ്പോൾ ഇതാണ് സ്മാർട്ട് തുടക്കക്കട. അതിൻ്റെ മുമ്പിൽ ഇവിടെ വണ്ടി അവിടെ നിർത്തട്ടെ. അപ്പോൾ ആരും ഇല്ലാതായിരുന്നു ഞായറാഴ്ച കാരണം. വണ്ടി ഇവിടെ കിടക്കട്ടെ, സാധനങ്ങളൊക്കെ ഒതുക്കണമല്ലോ, വണ്ടി നിൽക്കട്ടെ അവിടെ. അപ്പോൾ ഇതാണ് സ്മാർട്ട് പടക്കക്കട. ഏതായാലും കണ്ട് ഇറങ്ങിയിട്ട് കാണിച്ചു തരാം അല്ലേ? ആ, ഞാൻ എല്ലാ കൊല്ലം ഇവിടുന്ന് മേടിക്കാറുട്ടോ പടക്കട. എവിടെ തോണി അവിടെ ഉണ്ടോ? ആ അവിടെ അവിടെ വാടക കംപ്ലീറ്റ് സാധനം മേടിക്കണ. ഏത് മുകളിൽ പോയി പൊടണോ? നമുക്ക് 12 എണ്ണത്തിന്റെ വേണ്ട, അതൊക്കെ ഉണ്ടാവും, നോക്കണ്ട. ആ മുട്ട് മുകളിൽ പോയി പൊട്ടണ ആ മുട്ട് 60 എണ്ണത്തിന്റെ 100 എണ്ണത്തിന്റെ ഉണ്ട്. അതൊന്നും വേണ്ട, നമുക്കൊരു 12-24 മതി. അത് മതി, 12-24 മതി, അത്ര ആവശ്യമല്ലോ. എന്തൊരു സാധനം എന്ന് പറയാം. ഇത് കയ്യിലിരുന്ന് പൊട്ടണമൊന്നുമില്ല. സാധാ മൂളി, സൈറൻ, ഇത് മൂളിയുടെ ഭയങ്കര വെറൈറ്റി. ചക്ര എടുക്ക്. എനിക്ക് മുകളിൽ പോയി പൊട്ടണ മുട്ടെടുക്ക്. 120 വേണ്ട. ചെറിയ ഷോട്ട് എത്രയുണ്ട് ഉള്ള? 15 എടുക്കുക. അത് ഒരു 15ഉം ഒരു 30 എടുക്കുക. 120 വേണം. 2000 രൂപത്തിന് ആകാശിന്. അത് കുഴപ്പമില്ലേ, അത് ഇഷ്ടമല്ല, എന്തിലേക്ക് കൂടും കുഴപ്പമില്ല. അത് പിന്നെ അയച്ചോളൂ. 60ന്റെ എടുക്ക്. ഒരു 60ന്റെ ഒരു 15ന്റെ എടുക്ക്. 60ന്റെ എത്ര വില? അടുക്കത് അതെന്ത്? ഇത് 30. ഇതെത്ര? ഇത് 15 അല്ലേ? ആ മതി, വേണ്ട. അത് കുറെ നേരം പിടിക്കും കൂട്ടിത്തരാൻ. ഇത്ര ചക്കടൊന്നും വേണ്ട. ആ ഇത് എന്തിട്ട് വേണം? അതെ, ഇത് കൈമിക്ക്. അത് കൈമിക്കാവോ? ഇല്ലല്ലോ. അപ്പൊ അതൊരു പാക്കറ്റ് എടുക്കും. ആ ശരി, കുറെ സാധനങ്ങളുണ്ട് കേട്ടോ. ഇനി അതൊക്കെ എടുക്കും, നോട്ടെ കാണാല്ലോ. മേടിച്ചില്ലെങ്കിലൊക്കെ ഈ ഗിത്താർ ഇതൊന്നും വേണ്ട. ഇതിങ്ങനെ പിടിച്ച് കത്തിക്കുക, ഇങ്ങനെ വരയ്ക്കുക. ഇവിടുന്ന് അത് നീ എനിക്ക് വേണ്ടത്. വീഡിയോ പിടിക്കുന്ന ഇനി ഇത് ഇങ്ങനെ കത്തിക്കുക. ആ ഇതിൽ കത്തിക്കുക. ഇങ്ങനെ പിടിക്കുക. ഇതെന്താ വില? ഇതെന്താ വില? മിഥുൻ 150. അത് ഇങ്ങനെ പിടിക്കരുത്. അതിപ്പോ ആരും പിടിക്കില്ല. അത്ര ബോധമില്ല അത് വരണത്. അത് വേണ്ട, വേറെ എടുത്തില്ലേ മൂളി? ഇത്ര വലിയ തണ്ണിമത്തടുത്ത് അതെന്തൊരു തണ്ണിമത്തെടുക്ക്. ഇതാ അതെന്ത് വേണം? 3 ഡ്രോണൊന്നും വേണ്ട. എനിക്ക് കടയുള്ള സാധനം മുഴുവൻ വേണ്ടി വരും. അവിടെ കാർ ഇരിക്കണ്ടില്ല. കാറാ കത്തിച്ച കാറ് ഓട്ടോ ഇടും. അതിന്റെ ബാക്കിൽ തിരിയുണ്ട്. അത് കഴിഞ്ഞു. ഇത് കുഴപ്പമില്ല, ഇത് ഒരെണ്ണം മതി. ഇത് ഡിജെയുടെ ക്യാമറയില് വേറെ ഡ്രോൺ എടുത്തോണ്ടിരിക്കണ. ഹെലികോപ്റ്റർ ഇതിനെന്താ? ഇതിനൊക്കെ വണ്ടി വലിയ. ഞാൻ EMI എടുക്കേണ്ടി വരും ഇവിടുന്ന്. EMI അത് വേണ്ട മോനെ, ഇത്ര വലുത് എനിക്ക് വേണ്ടത്. വെയിറ്റ് ആണല്ലോ ഇത്. വീഡിയോ എടുക്കേണ്ടത്
10 സി കമ്പ്യൂട്ടർ വീഡിയോ എടുത്തിട്ട് കാര്യമില്ല. ഇങ്ങനത്തെ വെറൈറ്റികൾ എടുക്കണം. എന്താണ് എപ്പോഴും വെറൈറ്റിയാ. ഇത് കാണിച്ചു കൊടുക്കാൻ പറ്റിയ എന്നിട്ടാ അതൊക്കെ ഏത് സാധനങ്ങൾ കുറേ ഉണ്ടല്ലോ. അത് ശരി. ഇത് ഇതല്ലേ, ഇത് ഒറ്റ പാക്കറ്റാണോ? ഇതിൻ്റെ ഒരു പാക്കറ്റ് ആയിട്ട് കിട്ടില്ലേ? ആ അത് മതി, അത് മതി, ഇരിക്കട്ടെ. അത് ഞാൻ കഴിഞ്ഞല്ലോ കൊണ്ടുപോയിണ്ടായിരുന്നു. അത് മനസ്സിലായി. ഇങ്ങനെ കത്തിച്ച് കഴിഞ്ഞാൽ അപ്പോൾ അത് ഒന്ന് നീ നിൽക്കട്ടാ, അതൊന്ന് നോക്കിയോട്ടെ. ആ ഒരെണ്ണല്ലോ, നല്ല മുകളിലേക്ക് പോയില്ലേ? ആ മുകളിൽ പോയി പൊട്ടണ മുട്ടില്ല. അതെന്തൊരു ബസ്? അത് ഞാൻ ഇപ്പൊ മേടിച്ചിട്ട് ഇത് വെച്ചിട്ടില്ലടാ. അല്ല ഇങ്ങനെ പിടിച്ചിട്ട് പൊട്ടിക്കുന്നത്. ഇത് ഇതൊക്കെ കത്തണ പോലെ. അത് വേണം എനിക്ക്. ഞാൻ കഴിഞ്ഞ കൊല്ലം തന്നെ അന്വേഷിച്ചാണ്, എനിക്ക് കിട്ടിയില്ല. കഴിഞ്ഞ പാമ്പുളിക പണ്ടത്തെ സാധനം, അത് പാമ്പുളിക എന്ന് പറഞ്ഞത് അറിയോ? ഇങ്ങനെ ആകെ പണ്ട് പാമ്പുളി. ഫോട്ടോ റോയൽ ഫ്ലാഷ് ഫോട്ടോ ഫ്ലാഷ്. മാലപ്പടക്കണ്ട? മാലപ്പടക്കം എടുത്തില്ലേ? അതൊന്നും വേണ്ട, സാധാരണ മാലപ്പടക്കം. തിളങ്ങണ എങ്ങനെ? അത് ശരി. ഇതൊക്കെ ശിവകാശി എന്നാണ്. അത് എവിടുന്ന വരുന്നത്? ഈ സാധനം അല്ലേ, അതിന്റെ പാക്കറ്റ്? ഇത് ചൈന. ഇതൊക്കെ ചൈന എന്ന് പറഞ്ഞത് കണ്ടില്ലേ? ഇതൊക്കെ ശിവകാശിയ. ഇത് ഞങ്ങളുടെ സ്വന്തം പേരിലാണ്, സ്മാർട്ട്. ആവോ, സ്വന്തം പേര് ഇപ്പുറത്ത് നിന്റെ പേരുണ്ടായിരുന്നില്ല, റോണി. ഞാടിക്കല്ലോ. ആ മാലപ്പടക്കം വെച്ചോടാ. ഇതൊരു പാക്കറ്റ് എനിക്ക് വേണം. ഇനി ആ പിന്നെ ഇങ്ങനെ ഒരു ഇതും ഇങ്ങനെ തിരിയണ ചക്രം വെച്ചില്ലേ? കമ്പി ചക്രം. ഷോർട്ട് മോളിൽ പോയിട്ട് വിരിയില്ല. നമ്മുടെ കോറ പൊട്ടില്ലേ മോളിൽ പോയിട്ട്. സൗണ്ട് ഉണ്ടാവും, നല്ല സൗണ്ട് ഉണ്ടാവും. ഭയങ്കര സൗണ്ട്. വീട്ടിലേക്കൊന്നും വേണ്ട. അപ്പൊ അതായില്ലേ? ഇത് തലച്ചക്രം. അതല്ല, ആ സാധനം എടുത്ത എനിക്ക് ആവശ്യമുള്ളത് തിരിയണ കമ്പിത്തിരി. ഈ രണ്ട് ഷോട്ടുകള്, ഈ രണ്ട് ഷോട്ട്. അപ്പൊ തോക്ക് നീ കാണിച്ചെന്നില്ലേ? ഏയ് മറ്റേതോ അതല്ലേ? ബട്ടർഫ്ലൈ അവിടെ തോക്ക്. ഇത് കാണിച്ചിട്ടില്ലല്ലോ. ഇതാണ് സ്പെഷ്യൽ സാധനം. ചക്രം പോലെ തിരിയും. അപ്പൊ ഒപ്പം തന്നെ മൂളി പോലെ കത്തുകയും ചെയ്യും മുകളിൽ. അത് ശരി, അങ്ങനെ ഒരു സാധനം ഉണ്ടാവും. പൊന്തി പോവോ? അല്ലടാ, ചക്രം തിരിയും. സാധാരണ ചക്രം ഇങ്ങനെ തിരിയല്ലോ. അപ്പൊ അതിന്റെ മുകളിലേക്ക് മൂളി കത്തണ മാതിരി കത്തും. അത് ശരി, രണ്ട് ഫംഗ്ഷൻ ഒരുമിച്ച്. അങ്ങനെയുണ്ട. ഇത് കണ്ട, ഇത് പിള്ളേർക്ക് ഇട്ടാ പൊട്ടി. ഇത് നിലത്തെറിഞ്ഞ് പൊട്ടിക്കണാണോ? ഇത് എറിഞ്ഞത് കണ്ടോ? അത് ഫ്രീ തന്നോ? ഡ്രോണ് മതി. ഇത് ഹെലികോപ്റ്റർ ഉണ്ടോ? ഫോട്ടോ ഫ്ലാഷ്. ഭയങ്കര പുക ഉണ്ടാവില്ലേ ഇത്? ഇതൊക്കെ കൂടി കത്തിച്ച് അവസാനിപ്പിക്കോ? ഇതെങ്ങനെയൊക്കെ എല്ലാം കൂടി കത്തിക്കോ? ഹെലികോപ്റ്റർ ഉണ്ടോ? ഇത് കമ്പിത്തിരി. ഇത് ഒരു കമ്പിത്തിരി കൊണ്ട് എടുത്തോ, വേറെ കളർ വല്ലതും ഉണ്ടെങ്കിൽ എടുക്കും. എന്താ വേറെ ആരും കാണില്ലേ? ധൈര്യം വേറെ ആരും കാണില്ലേ? ധൈര്യമായിരുന്നോ? ഇത് മേടിച്ചാൽ മതി, മറ്റേ സാധാ മേടിക്കണ്ട. ഇത്ര പോലെ തോന്നുന്നുണ്ടോ? അതാ മേടിച്ചിട്ടുണ്ട്. ഇത് രണ്ടെണ്ണം എടുക്കുക, രണ്ടെണ്ണം എടുക്കുക.
കണ്ടോ ഇത് ഞങ്ങൾ രണ്ടാളെ കാണണല്ലോ മേടിക്കുന്നത്. ഷോട്ട് എടുത്തില്ല, അത് ആ ഇങ്ങനെ പിടിച്ച് ഉള്ള സാധനമാണ്. ഷോട്ട് ഇതാണ്. അതല്ലേ ആ നമ്മൾ ഈ ഇരിക്കണതൊക്കെ കൂടി കണക്കൂട്ടിന്. അപ്പം എല്ലാവർക്കും ഹാപ്പി വിഷു. വിഷുവിന് പടക്കമൊക്കെ ഇവിടെ നിന്ന് മേടിച്ചിട്ടുണ്ട്. ഇതാണ് സ്ഥലം വരുന്നത് എവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പടിഞ്ഞാറ് ഓർഡർ അങ്ങോട്ട് പോകണ വഴിയാണ്. പടിഞ്ഞാറ് ഓർഡർ അവിടെ നിന്ന് കാൽവരി റോഡിലാണ് ഈ പടക്കക്കട. അപ്പോൾ ആവശ്യമുള്ളവരിവിടെ വരിക. അത്യാവശ്യം നല്ല ഡിസ്കൗണ്ടൊക്കെ കിട്ടും. എൻ്റെ പേര് പറഞ്ഞാൽ മതി, എങ്ങനെയൊരു ഡിസ്കൗണ്ട് കിട്ടും. അപ്പോൾ ശരി, എല്ലാവർക്കും അഡ്വാൻസ് ഹാപ്പി വിഷു. ബായ്.